അതിവിദഗ്ധമായി നമ്മൾ റോഡൊക്കെ മറികടന്ന് ഒരു വലിയ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അതിമനോഹരമായ ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഒരു പ്രത്യേക ഗ്രാമീണ ഭംഗി തന്നെയാണ് കേട്ടോ ഇവിടെ. ഒന്ന് നോക്കിയേ. ഗൈസ് ഇത് കണ്ടോ, ബോട്ടുകൾ പണി നടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ ബേപ്പൂരിൽ നിന്ന് കുറേ ആളെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇവിടെ പണിയെടുപ്പിക്കുന്നത്. കഴിഞ്ഞ ഫ്ലൈറ്റിൽ കുറേ ആളുകൾ തിരിച്ചു പോയി. കംബോഡിയയിലെ ബോട്ടിന്റെ റിപ്പയർ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ഇനി കുറച്ചും കൂടി ഉണ്ട്, കുറച്ച് ആളും കൂടി വിടും എന്നൊക്കെ പറഞ്ഞു പോയതാണ്. ഇതാണ് ഫ്ലോട്ടിംഗ് വില്ലേജിലെ ആദ്യത്തെ കടം. ശരിക്കും നോക്കിക്കോളി, ഞാനുണ്ട് ദേറുമാട് എന്നൊക്കെ പറയാം നമ്മളെ നാട്ടില്. പക്ഷെ ഇവിടെ ഫ്ലോട്ടിംഗ് വില്ലേജ് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. നാട്ടിൽ ഇതിന്റെ വേറെ വേർഷൻ ഉണ്ട് കണ്ടോ. ഇവിടെയൊക്കെ എപ്പോഴും വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു കോലത്തിൽ ഇവിടുന്ന് വെള്ളം പറ്റി പോയില്ലേ. അല്ല നമ്മളിപ്പോ ഇതാ കാണണേ. റെയിൻ സീസൺ ഫുൾ വാട്ടർ. കണ്ടോളി, റെയിൻ സീസൺ ഹിയർ ഫുൾ വാട്ടർ. വളരെ സുന്ദരമായ ഗ്രാമത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം നമുക്ക് ഈ റോഡ് കണ്ടില്ലേ, നിറച്ച് പൊടി പടലങ്ങളാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കണ്ടില്ലേ, ഇവിടെ ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തൊക്കെ നോക്കി ഇവർ ഒരു ഫിഷർമാൻ സ്വഭാവമാണ് നമുക്ക് ഉണ്ടാവുക, ഒരു മുക്കുവ സ്വഭാവം എന്നൊക്കെ പറയില്ലേ. ഈ തൂണുകളൊക്കെ ഒരു പ്രത്യേക മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടോ. കാരണം വെള്ളമൊന്നും വന്നാൽ പെട്ടെന്ന് ഇത് നശിക്കാൻ പാടില്ലല്ലോ. അത്തരം ഒരു സംവിധാനത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇവിടെ തന്നെ 2 നില 3 നിലയുള്ള വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അടിയിൽ എന്തായാലും പൊങ്ങിക്കാണ്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാവപ്പെട്ട എന്താ പറയുക, കുറച്ച് പാവപ്പെട്ട ഒരു ഏരിയ ആണ് തന്നെ പറയാം. ഇവിടെ ചെറിയ കുട്ടികൾ വരെ അധ്വാനിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ അധികമൊന്നും വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ടോ, ഈ മുമ്പിൽ പോകുന്ന ഒരു സംഭവം കണ്ടില്ലേ, അങ്ങനത്തെ ചെറിയ ഒരു റിക്ഷ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളിങ്ങനെ പോകുന്തോറും ഇവിടെ തിങ്ങി നിറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ് കയറി പോകുന്നത്. പക്ഷെ കുറേ ഭയങ്കരമായ അല്ലെങ്കിൽ ഒത്തിരി ആളുകളൊന്നും ഇവിടെ ഇല്ല. ചെറിയൊരു കുഞ്ഞ് നടന്നു പോകണ കണ്ടില്ലേ. ഇങ്ങനെയൊക്കെ വീടുകളുണ്ടെങ്കിലും നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ബൈക്കാണ് ഇവിടെ യാത്രക്കൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതാണ് ഫ്ലോട്ടിംഗ് വില്ലേജ്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു ബോട്ടിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോവുക. അവിടെയാണ് നമ്മളെ മുതല ഫാമൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ നല്ല സൺസെറ്റുകളൊക്കെ കാണാം എന്നുള്ള പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഒരുപാട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇവിടെ പോകുന്ന വഴിയൊന്നും ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. കംബോഡിയയിലെ ഫ്ലോട്ടിംഗ് വില്ലേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കംബോഡിയയിലെ ഫ്ലോട്ടിംഗ് വില്ലേജിലെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോകുന്നത്. ദിസ് വേ കം. ഇതാണ് നമ്മളെ ഗൈഡ്. ഇത് നമ്മളങ്ങനെ കൊണ്ടുപോവാണ്. What is this? This is leather. Wow. All is handmade. ഇതൊക്കെ ഒരു പ്രത്യേക രൂപത്തിലുള്ള മരത്തിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിലോരോ രൂപങ്ങൾ കൊത്തിയെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ടൂറിസ്റ്റുകളെ സഞ്ചാരികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇത് നോക്കിയേ, എന്ത് മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ അറിയാമോ. ഇതൊക്കെ ഇതുപോലെ കൊത്തിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കംബോഡിയയിലെ ഫ്ലോട്ടിംഗ് വില്ലേജിലേക്കുള്ള യാത്രാ മധ്യമാണ് നമ്മളുള്ളത്. ഈ ബോട്ടിലാണ് പോകാൻ നിൽക്കുന്നത്. ഈ ബോട്ട് കണ്ടോ, അത് ചളിവെള്ളമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളവിടെ ഇല്ലായിട്ടൊന്നല്ല, കണ്ടോ ഒരു ചളി ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഒരവസരം ഞാൻ തരാം പറയാൻ. നിങ്ങൾ പറഞ്ഞോളി, പറഞ്ഞോളി.
ഇത് സത്യത്തിൽ നമ്മുടെ കംബോഡിയ ആണെങ്കിൽ കൂടി എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ കാളകൂട്ട് കണ്ടം എങ്ങനെയാണ് അല്ല യഥാർത്ഥത്തിൽ കാളകൂട്ട് കാളകളെ പൂട്ടുന്ന സ്ഥലം ഏതാണ്ട് ഈ ചളി രൂപത്തിലാണ്. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ബോട്ടിലേക്ക് കയറാൻ പോവാണ്. ഇവിടെയാണ് ആ ബോട്ട്, ഇതാണത്. കംബോഡിയയിലെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ഇത് ആക്ച്വലി കടലല്ല, തടാകമാണ് എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ നോക്കിയേ എന്ത് മനോഹരമായ വ്യൂ ആണെന്നറിയോ. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ സൺസെറ്റൊക്കെ കാണാൻ പോകുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, കണ്ണെത്താ ദൂരത്തോളം അതിവിശാലമായ ഒരു തടാകം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. കാരണം ഇതിൻ്റെ ഒരു ഭാഗത്ത് നേരെ പോകുന്നത് കടലിലേക്കാണ്. കേട്ടോ നോക്കിയേ, കണ്ണെത്താ ദൂരത്തോളം അവിടെ നീണ്ട് വിശാലമായി കിടക്കുകയാണ്. ഇത് നല്ല ആഴമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് മാത്രം ആഴമൊന്നുമില്ല. ഇവിടെയൊക്കെ കണ്ടില്ലേ ഓരോ പന്തൽ പോലത്തെ ഓരോ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതിമനോഹരമായ മുതല ഫാം. യെസ്, നോക്കിയേ ക്രോക്കഡൈലുണ്ട് കണ്ടോ. ഇവിടെ കണ്ടങ്ങളെ ഇതാണ് മുതല ഫാം. ഇവിടെ നിറച്ച് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് മുതലകളൊക്കെ വെച്ച് ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവർ ഒരു ബിസിനസ് ട്രിക്കും കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ മുതലകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നെ വാങ്ങാൻ കിട്ടും. അതിനൊക്കെ പൈസ ഉണ്ട്. മുതലൊക്കെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്. നമ്മളെ ഇവിടെ തന്നെ KFC പൗതിയാക്കി ഇട്ടുകൊണ്ട് വന്നാണ്. എനക്കെന്തോ പറയാണ്ടായിരുന്നില്ല. വാ പറഞ്ഞോ, ഇതുവരെ വന്ന ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. സലീം സാറേ, പറയുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. ഈ എത്രാമത്തെ രാജ്യമാണ് വിസിറ്റ് ചെയ്യണേ? അതിപ്പം 5, 6, 8 8 ഞാനേ ആയിട്ടുള്ളൂ. ഇതാണ് ഗൈസ് മെനു. അടുത്തത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാണ്. കണ്ടോ, ഇത് ഫുള്ള് നിറച്ച് വിഭവങ്ങളാണ്. പക്ഷെ ഒന്നും വായിൽ വെക്കാൻ കൊള്ളാത്തത് കൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഇത് ഈ അച്ഛന് വാങ്ങണേ അവളോട് ചോദിച്ചോക്കെ ഇതൊക്കെ പറ്റുമോ? കൊണ്ടേ ഇടൽ നിർബന്ധമാവും അല്ലേ? അല്ലെങ്കിൽ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ട് ജെട്ടില്ല. $120. ഈ എന്താണ്, ഈ ടൂറിസ്റ്റ് അല്ലേ? അത് എങ്ങനെ കൈ കൊണ്ട് ഉണ്ടാക്കിയായിരിക്കും അത്? $120 അതുണ്ടല്ലേ ക്രോക്കഡൈൽ. അതിമനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സംഭവം ഈ ചുറ്റുപാട്ടൊക്കെ എന്താണ് ചളിവെള്ളമൊക്കെയാണ്. പക്ഷേ എന്തായാലും ഈ ഒരു മനോഹാരിത ഇത് ഒരു വേറെ തന്നെയാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ കസാലൊന്നും നല്ല രീതിയിലല്ല വെച്ചില്ല. ഇതൊക്കെ പോലെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത് അതിൻ്റെ ഒരു നല്ല രൂപത്തിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
അങ്ങനെ നമ്മൾ മുതല ഫാമും കണ്ടു, നല്ലൊരു സൺസെറ്റും കണ്ടു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അടുത്ത ലക്ഷ്യം അതാണ്. മനോഹരമായ ഈ യാത്ര അവസാനിച്ചു. ഇനി നമ്മൾ നേരെ ചെന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഇവിടുത്തെ നല്ലൊരു ഫുഡൊന്നും കാണാത്തത് കൊണ്ടും ഇവിടുത്തെ ഫുഡ് പറ്റാത്തത് കൊണ്ടും വല്ല ഫ്രൂട്ട്സും കഴിച്ചെന്ന് ജീവിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. അപ്പം നോക്കുമ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കിയേ, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, സാധാ ആപ്പിൾ ഉണ്ട്, അങ്ങനെ ആപ്പിളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര റേറ്റ് തന്നെ പറയാം. നമ്മളെ നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇവിടെയൊക്കെ ഭയങ്കര റേറ്റാണ്. പിന്നെ മനോഹരമായ രീതിയിലാണ് ഇവിടെ എല്ലാം പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നല്ല പൈനാപ്പിൾ കണ്ടോ, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പപ്പായ ഉണ്ട്. അങ്ങനെ വെറൈറ്റി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പൈനാപ്പിളാണിത്, പച്ച, ഒരു ഏകദേശം പച്ച കളറാണ്. ഈവനാണ് നമ്മളെ ദുരിയൻ ചക്ക എന്ന് പറയുന്നത്. ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് ആ ദുരിയൻ ചക്ക, നല്ല റേറ്റാണ്. പിന്നെ മാംഗോ അടിപൊളിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ കഴിച്ചാണ്, നല്ല മധുരമാണ്. ഇവിടുത്തെയും തായ്ലാൻഡിലെയൊക്കെ മാംഗോ നല്ല മാംഗോ ആണ്. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങാതെ പിന്നെ ഷവർമ കണ്ടപ്പോൾ നമ്മളെ ബിൻഷു നമ്മളെ വിളിച്ചു കൊണ്ടുപോയി. ഇന്ന് ഷവർമ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ നാളെ അതിമനോഹരമായ മറ്റൊരു യാത്രയിലേക്കാണ് പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ആരാധനാലയം അഥവാ ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. മനോഹരമായ ആ ടെമ്പിളിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്